ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു കിടക്കുകയാണ്. തന്റെ ചോര കുഞ്ഞിനെയും തന്റെ മകനെയും കൊണ്ടുപോയി സഫാ മറുവ എന്ന് പറയുന്ന രണ്ട് മലകളുടെ നടുവില് മനുഷ്യവാസമില്ലാത്ത ഒരു പറവ് പോലുമില്ലാത്ത വെള്ളമില്ലാത്ത കൊടും കാട്ടില് വന്യമൃഗങ്ങളുള്ള കാട്ടിൽ കൊണ്ടുപോയി മരുഭൂമിയിൽ തന്റെ മകനെയും പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിനെയും ഭാര്യയെയും ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി തിരിച്ച് നടന്നുപോയപ്പോ ഹാജറ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുകയാ? ഞങ്ങളെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് നിങ്ങൾ പോകുകയാണോ? ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല, മറുപടി പറയുന്നില്ല. ഹാജറ ബീവി റളിയല്ലാഹു തആല അവസാനം ചോദിച്ചു, നിങ്ങളുടെ തീരുമാനമാണോ അല്ലാഹുവിന്റെ തീരുമാനമാണോ? അതാ പെണ്ണ്, അതാടി പെണ്ണ്, അതാകണം പെണ്ണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജറ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, ഇത് നിങ്ങളുടെ തീരുമാനമാണോ അല്ലാഹുവിന്റെ തീരുമാനമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനമാ. ഹാജറ ബീബി പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ പൊക്കോളാൻ. ഞാൻ കിടക്കുന്നത് കൊടുങ്കാട്ടില, എന്റെ മോൻ പാല് കുടിക്കുന്നവനാ, വെള്ളമില്ല, ഭക്ഷണമില്ല, വീടില്ല, ആരുമില്ല. എന്നിട്ടും ഹാജറ ബീബി പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹ്ക്കറിയാം എന്നെ എന്റെ മോനെ നോക്കാൻ. അതാ ഈമാൻ. നീ അങ്ങനെ ആകണം. വല്ലപ്പോഴും ആ മഹദിയുടെ ചരിത്രം വായിച്ചു നോക്കണം. നിന്റെ ഭർത്താവ് ലോൺ എടുക്കാൻ പോയാ നീയല്ലേ സമ്മതിക്കാതിരിക്കേണ്ടത്? നിന്റെ സ്വർണം പണയം വെക്കാൻ പോകുമ്പോ ഇക്ക പണയം വെക്കണ്ടിക്ക, പലിശക്കാരനാവൂല്ലേ, ഇക്ക കൊണ്ട് വിക്കി എന്ന് എന്തുകൊണ്ട് നീ പറയുന്നില്ല? ലോട്ടറി എടുക്കുന്ന ഭർത്താവിനെ നന്നാക്കാൻ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ല? എവിടെന്നാ ഇക്ക വൈകുന്നേരം പൈസയുമായിട്ട് കയറി വരുമ്പോ ഇത്രയും പൈസ എവിടെ നിന്നാ എന്ന് നീ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഇതാരെങ്കിലും പറ്റിച്ചതാണോ, പിടിച്ചുപറിച്ചതാണോ, ഇക്ക ഹലാലാണോ ഹറാമാണോ എന്തുകൊണ്ട് നീ ചോദിക്കുന്നില്ല? നീ സ്വന്തം പിഴച്ചു, എന്നിട്ട് നിന്റെ മക്കളെ പിഴപ്പിക്കുന്നു. നീ നിന്റെ മക്കളോട് എന്താ പറയാ? മക്കളെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. എല്ലാ ഉമ്മമാരും, ഏകദേശമുള്ള ഉമ്മമാര് മുഴുവനും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതുകൊണ്ടാ മോളെ നിന്റെ മോൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്, മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നത്. നിന്റെ മക്കൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് നീ ചിന്തിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വിചാരിച്ചിരിക്കും മക്കൾ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നതാണ് മക്കളോടുള്ള സ്നേഹമെന്നല്ല. ഒരു വാപ്പ അറിഞ്ഞു കൊടുക്കണം. പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെന്നറിയോ? പണ്ടത്തെ പെണ്ണുങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് പറയും, മോനെ ഇതേ ഉള്ളടാ, ഇത് നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ, കളയല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ താഴെ വീണ ചോറ് പോലും എടുത്ത് കഴുകി തന്ന് നമ്മളെ തീറ്റിപ്പിച്ചു. ഇന്ന് നിന്റെ പൊന്നുമോൻ ഒരു പാത്രം ചോറ് കൊണ്ട് കളഞ്ഞ നീ എന്തെങ്കിലും പറയോ സഹോദരി? അതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. അതെങ്ങനെ ഉണ്ടായതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും